സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം, സ്വർണം അവിടെയുണ്ട്. ഇത്രയും വിവരദോഷികളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മന്ത്രിസഭ ഈ കേരളത്തിന്റെ ചരിത്രത്തിലില്ല. എന്നിട്ട് നിയമസഭയിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് പ്രതിപക്ഷത്തിന് ക്ലാസ് എടുക്കാൻ ആര്? മറ്റേ അണ്ടർവെയർ പുറത്ത് കാണിച്ച് മുണ്ടുമടക്കി കൊത്തി ഡെസ്കിന്റെ മുമ്പിൽ കയറിയിരുന്ന് ഈ സാധനം മുഴുവൻ തല്ലിപ്പൊളിച്ചു കൊടുത്തതാണ്. രാഷ്ട്രീയ നിലപാടൊക്കെ ആവാം, രാഷ്ട്രീയം പറയുകയും ചെയ്യാം, പക്ഷെ വ്യക്തിപരമായി വ്യക്തിഹത്യ ചെയ്യുന്നത് അത് മറ്റൊന്നും പറയാനില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക അവസ്ഥയാണ്. ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ നട്ടല് വളച്ച ആളിന്റെ പേര് ശിവൻകുട്ടി എന്നല്ലല്ലോ, അത് വി.ഡി. സതീശൻ എന്നാണ്. വിനായക് ദാമോദർ സതീശൻ. റോഷിപാലുണ്ട്. റോഷിപാൽ, ഇന്നലെ മിനിസ്റ്റർ ശിവൻകുട്ടി ഒരു മറുപടി കൊടുത്തു. അതൊരു ഒന്നൊന്നര മറുപടിയാണ്. അതുകൊണ്ട് തീരുന്നില്ല. ഇന്ന് സഭയിലേക്ക് കൂടി ഈ വിഷയം എത്തിക്കാനാണോ CPM-ന്റെ നീക്കം? ബി.ജെ.പി അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ വി.ഡി. സതീശ് നമ്മുടെ എല്ലാം ക്യാമറകളിൽ പതിയുകയും ചെയ്തിട്ടുണ്ട്. അവനെന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ കൂടുതൽ പ്രകോപിപ്പിച്ചത്. നമ്മൾ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൻ്റെ സമാപനത്തിൽ ഇതേ പ്രതിപക്ഷ നേതാവ് വിദ്യാഭ്യാസ മന്ത്രിയെ പുകഴ്ത്തുന്നത് നമ്മൾ കണ്ടു. ഇന്നലെ വ്യക്തിപരമായിട്ട് അതിനകത്ത് ആക്ഷേപിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ CPM-ന്റെ ഒരു ആരോപണം. അത് മുൻനിർത്തിയാണോ അവകാശ ലംഘനത്തിന് ബി.ജോയ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്? റോഷി, അരുൺകുമാർ, സാധാരണ പ്രതിപക്ഷ നേതാവ് ഇതുപോലെ മന്ത്രിമാരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പതിവില്ല എന്നാണ് CPM നേതൃത്വം പറയുന്നത്. മറ്റ് രാഷ്ട്രീയ നേതാക്കളൊക്കെ മന്ത്രിമാർക്കെതിരെ കടന്നാക്രമണം നടത്താറുണ്ട്, പ്രത്യേകിച്ച് പ്രതിഷേധ യോഗങ്ങളിലും പൊതുസമ്മേളനങ്ങളിലുമൊക്കെ. പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു പരാമർശമുണ്ടായത് അതാണ് ഇങ്ങനെ ഒരു അവകാശ ലംഘന നോട്ടീസ് നൽകാൻ കാരണം.